നിലവിൽ ഒരാളെ മാത്രമാണല്ലോ കൊന്നിട്ടുള്ളത്. ഇനി 9 പേരെയും കൂടി കൊല്ലുവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കേസ് ഫയൽസ് ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് മാൻഡുവും. പക്ഷെ അത്രയേറെ വർക്കൊക്കെ ചെയ്യുവാനായിട്ട് ബിറ്റ്നിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു കേസൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഒരു വ്യക്തിനെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതേസമയം പോലീസ് സ്റ്റേഷന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരുപാട് ആൾക്കാരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും നിനക്കിനി പോലീസായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യ്. നീ ഡയോന്റെ കൂടെ കൂട്. ഒന്നുമില്ലെങ്കിലും അവനെ കണ്ടാൽ ക്യൂട്ടാണെന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്. അവന്റെ കൂടെ കൂടി പതിയെ ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ അവൻ തന്നെ നിനക്ക് കണ്ടെത്തി തരുമെന്നൊക്കെ ആയിരുന്നു മാൻഡുവും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡയോണിന് ബിറ്റ്‌നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ താൻ എന്തായാലും ആ വഴിക്ക് പോകുന്നില്ല എന്നൊക്കെ ബിറ്റ്‌നെയും പറയുന്നു. അങ്ങനെയിരിക്കെയാണ് ഓഫീസറും ബിറ്റ്‌നെ വിളിപ്പിക്കുന്നത്. ബിറ്റ്‌നെയും മാൻഡുവും അല്ലാതെ ഓഫീസിൽ മറ്റൊരു സ്റ്റാഫ് കൂടിയുണ്ട്. അതേസമയം ഈ ഒരു സ്റ്റാഫ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് മറുപടി മറ്റേയാള് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ പോകും. ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഓഫീസർ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ബിറ്റ്‌നെയുടെ അടുത്ത് ചോദിച്ചിട്ട് ബിറ്റ്‌നെ അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് അവള് സ്ഥലം വിടുന്നു. ഈ ഒരു ഓഫീസറാകട്ടെ ചീഫ് ജഡ്ജാണ്. മിൻചോന്റെ കേസൊക്കെ നടത്തിയ സമയത്ത് പ്രതിക്ക് ഫൈൻ മാത്രമായിരുന്നല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയേറെ ക്രൂരകൃത്യം ചെയ്ത ഒരാളെ തുറന്നു വിട്ടത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണെന്നൊക്കെയാണ് ചീഫ് ജഡ്ജും ബിറ്റ്നോട് പറയുന്നത്. ആ പ്രതി വിക്ടിമിന്റെ വീട്ടിൽ പോയി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിനക്കറിയാവോ? അതിന്റെയൊക്കെ തന്നെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുമോ എന്നൊക്കെ ജഡ്ജ് ചോദിക്കുമ്പോഴത്തേക്കും ബിറ്റ്നെയും ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്നു. നിനക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതിനെ കുറിച്ചും അതിനുശേഷമാണ് നീ ഇതുപോലെ മാറിയതെന്നും ഒക്കെ തന്നെ എനിക്ക് മനസ്സിലാകും. എങ്കിൽ പോലും നീ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ തന്നെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുക? ഇപ്പോൾ തന്നെ നിന്റെ ഈ മേക്കപ്പും ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും എല്ലാം തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. നിന്നെ കണ്ടാൽ ഒരു ജഡ്ജാണെന്ന് ഒരിക്കലും തോന്നിക്കില്ല. നീ അറ്റ്ലീസ്റ്റ് ജഡ്ജിനെ പോലെങ്കിലും ഒന്ന് പെരുമാറാമോ എന്നൊക്കെ ചീഫ് ജഡ്ജും ബിറ്റ്നയുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. ബിഡ്നിയും അങ്ങനെ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീഫ് ജഡ്ജിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് പോകുന്നത്. ഇനി ചീഫ് ജഡ്ജും യഥാർത്ഥത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരുന്നില്ല, അസംബ്ലിമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ബിഡ്ന ചെയ്യുന്ന ഓരോരോ കാര്യത്തിനും സപ്പോർട്ടൊക്കെ ചെയ്ത് ബിഡ്നയുടെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്താണ് ചീഫിന്റെ കൂടെ ഉള്ളവർ അസംബ്ലിമാനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ബിഡ്നി ആകട്ടെ അങ്ങനെ ഒരു വ്യക്തിനെ കുറിച്ച് കേട്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ടിവിയിലും അയാളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്കും കണ്ടുപരിചയമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ അവരും അസംബ്ലിമാന്റെ മൂത്ത മകനുമായിട്ട് ബിന്നയുടെ വിവാഹമൊക്കെ ഫിക്സ് ചെയ്തതായിരുന്നു. പിന്നീടാണ് ആ ഒരു വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും നിന്നെ അസംബ്ലിമാൻ നീ പോലും അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചീഫിന്റെ കൂടെയുള്ള ആൾക്കാരും പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അസംബ്ലിമാനും രണ്ടു മക്കളും നമ്മുടെ ചീഫ് ജഡ്ജും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ബിന്ന സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ അസംബ്ലിമാനും ചീഫ് ജഡ്ജിന്റെ അടുത്ത് ചോദിക്കുന്നത്. അസംബ്ലിമാന്റെ മൂത്ത മകനാകട്ടെ എപ്പോഴും വർക്കിന്റെ തിരക്കിലൊക്കെയാണ്. ഇപ്പോഴാകട്ടെ ഓരോ റീഡെവലപ്മെന്റ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദുവിനെ കുറിച്ച് അന്വേഷിക്കുവാൻ അവൻ ഒട്ടും തന്നെ സമയമില്ല. ബിന്ദുക്ക് ആക്സിഡന്റിന് ശേഷം അവളുടെ പ്രധാനപ്പെട്ട എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടിട്ടൊക്കെയുണ്ട്. ഇപ്പോഴാകട്ടെ അവൾ മറ്റൊരു വ്യക്തിയായിട്ടാണ് പെരുമാറുന്നത്. എന്തായാലും അവളെ ഞാൻ നന്നായി തന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ ചീഫ് ജഡ്ജും അറിയിക്കുന്നു. നീയും അവൾക്ക് വേണ്ടി സമയമുണ്ടാക്കി അവളോട് സംസാരിക്കുവാനായിട്ടൊക്കെ പോകണമെന്നൊക്കെ മൂത്ത മകന്റെ അടുത്തും അസംബ്ലിമാൻ പറയുന്നൊക്കെയുണ്ട്. ഇനി ഇളയ മകനാകട്ടെ വളരെയധികം ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആയിരുന്നു. ബിഡ്നിയും സാലറി ഒന്നും നോക്കാതെയൊക്കെ ആയിരുന്നു ചിലവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ ഒരുപാട് കടമൊക്കെ ആയിട്ടാണ് അവളും നിൽക്കുന്നത്. ക്രെഡിറ്റ് കാർഡൊക്കെ മാക്സിമം അവൾ യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ സാലറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കും ചെറിയൊരിടത്തൊക്കെയാണ് താമസിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു സ്ഥലവും റീഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുവാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തൊന്നും തന്നെ CCTV ക്യാമറാസോ മറ്റും ഇല്ലായിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെയധികം കുറവാണ്. എല്ലാവരും തന്നെ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോയവരാണ്. ജഡ്ജ് എന്ന് പറയുന്നത് ഓവർ ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. ഞാൻ ഇത്രയ്ക്ക് ഓവർ ടൈമിൽ വർക്ക് ചെയ്തിട്ട് പോലും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ പിന്നെ പറയുമ്പോഴത്തേക്കുമാണ് നല്ല രീതിയിൽ നീയും വിധിയൊക്കെ പറയുകയാണെങ്കിൽ ഒരിക്കലും നിന്നെ ആരും കുറ്റപ്പെടുത്തുകയില്ല എന്നൊക്കെ മാണ്ടവും തിരിച്ചു പറയുന്നത്. മിഡ്‌നൈറ്റ് അടുത്ത് താമസിക്കുന്ന ആളാകട്ടെ വളരെയധികം ദൈവവിശ്വാസിയാണ്. അങ്ങനെയിരിക്കെ നമ്മളുടെ നെയ്ബേഴ്സിന്റെ എല്ലാവരുടെയും കൂടി ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നീ എന്തായാലും വരണം. സ്നാക്സും കഴിക്കുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മിഡ്‌നൈറ്റിനെയും കൂട്ടിക്കൊണ്ട് അവരും പോകുന്നു. ഈ കുരിശും ദൈവത്തിന്റെ പടവും ഒക്കെ തന്നെ കാണുന്നത് ബിഗ്നയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ മിക്കപ്പോഴും കണ്ണാടിയൊക്കെ യൂസ് ചെയ്യാറുള്ളത്.
നിലവിൽ അവരുടെ ഏരിയയിൽ റീഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു പെറ്റീഷനൊക്കെ കൊടുക്കുവാനായിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ഒപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിഘ്നെ ആദ്യം എതിർക്കുന്നൊക്കെ ഉണ്ടെങ്കിലും വാടകയൊക്കെ നൽകുമ്പോഴത്തേക്കും പകുതി തുക മാത്രം തന്നാൽ മതിയെന്ന് വിഘ്നോട് പറയുന്നത് കേട്ട ഉടനെ തന്നെ അവളും പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നു. നെയ്ബർ ആയിട്ടുള്ള ലേഡി ഒരു ദൈവവിശ്വാസിയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ബിന്നയുടെ കൈയൊക്കെ പിടിച്ച് അവരും പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ദൈവം എന്റെ അടുത്ത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ബിന്നയും അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ഇതുപോലത്തെ ദൈവവിശ്വാസികളുടെ അടുത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 9 പേരെ കണ്ടുപിടിച്ച് കൊല്ലണം. അതിന് ഡയോണയും കൂടി സഹായത്തിനായിട്ട് വിളിക്കണമെന്നൊക്കെ ബിന്നയും ഓർക്കുന്നു. മിൻചോണും ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഡയോണെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല കുറച്ചു ദിവസം മുമ്പ് ബിന്നിനെ കാണുവാനായിട്ട് വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി മിൻചോൺ പറയുന്നു. മിൻചോന്റെ ബോയ് ഫ്രണ്ട് ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളും ആ ഒരു കുറ്റബോധത്തിലൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവൾ മരിച്ചാലും വേണ്ടില്ല, അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നൊക്കെ അവളും ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. നീ കുറ്റബോധമൊന്നും വെച്ചോണ്ടിരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. പിന്നെ നീ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നില്ലെങ്കിൽ പോലും നീ ദൈവത്തിന്റെ അടുത്ത് മനസ്സറിഞ്ഞ് എന്തെങ്കിലും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ദൈവം അത് കേട്ടോളും. അതുകൊണ്ട് തന്നെ മനസ്സിലുള്ള എല്ലാ കുറ്റബോധങ്ങളും ഇറക്കി വെച്ചിട്ട് വേണം പള്ളിയിൽ നിന്നും തിരിച്ചിറങ്ങുവാനായിട്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെയും പോകുന്നു. സത്യം പറഞ്ഞാൽ ബിന്നയുടെ അടുത്ത് എനിക്ക് ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഒരു സമാധാനമൊക്കെ കിട്ടിയെന്ന് മിൻജോണും ഡയോന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. മാത്രല്ല മിൻജോൺ പിന്നീട് ദൈവത്തിന്റെ അടുത്ത് നന്ദിയൊക്കെ പറയിക്കും. അതുപോലെ തന്നെ അവൾക്ക് ജീവിക്കാനായിട്ടുള്ള ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ അറിയിക്കുകയും ചെയ്യുകയാണ്. അവളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഭാരവും ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. വർക്കൊക്കെ കഴിഞ്ഞ് ഡയോൺ എത്തുമ്പോഴത്തേക്കും ബിന്നയും ഡയോണിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബിന്നയുടെ ഫോൺ നമ്പറൊക്കെ അവൻ ബ്ലോക്ക് ചെയ്യുകയും കോൾസ് ഒക്കെ കട്ട് ചെയ്യുകയും സംസാരിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബിന്നയും അവൻ അന്വേഷിച്ചെത്തിയിട്ടുള്ളത്. പിന്നെ ബിന്നയും നേരെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കോൾ ചെയ്തിട്ട് അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ എവിടെയാണ് ഉള്ളതെന്ന കാര്യമൊക്കെ പോലീസും കൃത്യമായി തന്നെ പറഞ്ഞും കൊടുത്തത്. പക്ഷെ പിന്നെ ഡയോന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് കള്ളം പറഞ്ഞത് അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ ആ കള്ളമൊക്കെ നമുക്ക് തന്നെ സത്യമാക്കാമെന്നൊക്കെ വിന്ന പറയുന്നുണ്ടെങ്കിലും അതിലും ഒട്ടും തന്നെ താല്പര്യമില്ലാതെയൊക്കെയാണ് ഡയോൺ നിൽക്കുന്നത്. എന്തായാലും ബിഗ്നയുടെ ശല്യം സഹിക്കാതെയൊക്കെ ആകുമ്പോഴത്തേക്കും അവനും അവളുടെ കൂടെ ഒപ്പം ഇരുന്നൊക്കെ മദ്യപിക്കുന്നുണ്ട്. ഞങ്ങൾ ജഡ്ജിമാർക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയിക്കില്ലല്ലോ. പക്ഷെ നിങ്ങൾ പോലീസുകാരല്ലേ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികളെയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ വരുന്നത്. അങ്ങനെ ഇരിക്കെ നീ കഷ്ടപ്പെട്ട് പിടിച്ചൊരു പ്രതിനെ ഞാൻ വെറുതെ വിട്ടപ്പോഴത്തേക്കും നിനക്ക് എത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ഞാനും ഇപ്പോൾ നിനക്ക് ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ബിഗ്നയും അറിയിക്കുന്നു. ബിന്നിനെ ആദ്യം കണ്ട സമയത്ത് അവളുടെ അടുത്ത് നന്ദിയായിരുന്നു അവന് പറയുവാനായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ട്രയലൊക്കെ നടന്ന സമയത്താകട്ടെ അവളുടെ അടുത്ത് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നി. പക്ഷെ ഇപ്പോഴാകട്ടെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് താൻ ഇരിക്കുന്നതെന്നൊക്കെ ഡയോണും അറിയിക്കുന്നു. ഇനിയും 9 പേരെയും കൂടി ബിഗ്നയ്ക്ക് ആവശ്യമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡയോന്റെ അടുത്ത് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ബിഗ്നയും. ഇതുവരെയായിട്ടും നിന്റെ മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കൊലയാളിനെ കണ്ടുപിടിക്കുവാൻ നിനക്ക് സാധിക്കാതെയൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാമെന്നൊക്കെ ബിഗ്ന പറയുന്നുണ്ടെങ്കിലും അവനും ഒന്നും തന്നെ വിട്ടു പറയുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. വിഘ്നയും അവനെ കൊണ്ട് ഒരുപാട് മദ്യമൊക്കെ കുടിപ്പിച്ചതിന് ശേഷം നിനക്ക് പിടിക്കുവാൻ പറ്റാതെ പോയ ഏതെങ്കിലും കൊലയാളിയൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ പേരൊന്ന് പറഞ്ഞാൽ മതി. 9 പേരെയൊന്നും എനിക്ക് വേണ്ട. ഒരേ ഒരാളുടെ പേരെങ്കിലും നീ പറയാമോ എന്നൊക്കെ വിഘ്നയും അവനോട് ചോദിക്കുന്നു. ഞാനും 3 പേരെയൊക്കെ കൊന്നിട്ടുണ്ട്. കത്തി വെച്ചായിരുന്നു അവരെ കൊന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു രക്തത്തിന്റെ മണമൊന്നും എന്റെ തലയിൽ നിന്നും ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്നൊക്കെ ഡോൺ പറയുമ്പോഴത്തേക്കും വിഘ്നയും അതെല്ലാം തന്നെ വിശ്വസിക്കുന്നു. എന്റെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു ഞാനും കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫാമിലി ആകട്ടെ ഒരിക്കലും എന്നോട് ക്ഷമിക്കുകയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നെ അതുപോലെ അവർ വെറുത്തിട്ടുമുണ്ട്. ഞാൻ മരിച്ചാൽ നരകത്തിൽ പോകുമെന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. എന്തായാലും ഇതുവരെയായിട്ടും ആ കുറ്റബോധം എന്റെ ഉള്ളിൽ നിന്നും വിട്ടുപോയിട്ടില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനി മരിച്ച വ്യക്തിയുടെ ഫാമിലീസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളാണ് മരിച്ച വ്യക്തിയുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് അവന്റെയും ബോധമൊക്കെ പോവുകയും കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരികയും ചെയ്യുന്നു. എന്തായാലും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഡയോൺ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും രാത്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി തന്നെ നീ വെക്കണമെന്നൊക്കെ ഡയോണും ബിന്നിനോട് പറയുന്നു.
സാധാരണയായിട്ട് കുറ്റകൃത്യമൊക്കെ ചെയ്ത ആൾക്കാരോട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരും അത് ചെയ്തില്ല അല്ലെങ്കിൽ അതൊക്കെ മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇതെല്ലാം തന്നെ തുറന്നു പറയുകയും താൻ ചെയ്തത് കുറ്റം തന്നെയാണെന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നത്. നിന്നെ പോലെയുള്ള ആൾക്കാരെ മനുഷ്യർക്കിടയിൽ ഒരിക്കലും കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും നീ വളരെ ക്യൂട്ടാണ്, എനിക്കും നിന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ബിഗ്നിയും അറിയിക്കുന്നു. ബിഗ്നിയും അവനെ ചേർത്ത് വെച്ചതിന് ശേഷം നരകത്തിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ഡയോണെ കുത്തുന്നു. പിന്നീട് അവൻ മരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.